എല്ലാ റിവ്യൂവിലും ഇപ്പം അന്ന് RDX വരുമ്പോഴും പോൾസണായി വന്ന മച്ചാൻ നല്ലതായിരുന്നു എന്നായിരുന്നു. ഇപ്പൊ വരുന്നത് ഗോഡ്ജോ ആയിട്ട് അയാൾ തകർത്തു, പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് വീണ്ടും അഡ്രസ് ചെയ്യപ്പെടുന്നത് ആഫ്റ്റർ RDX. അപ്പം അതും ഒരു അവാർഡ് കിട്ടുന്ന പോലെ തന്നെയല്ലേ? അതെ അതെ അതെ. ഐ മീൻ എന്നെ കുറേ ആളുകൾ, ഞാൻ വെച്ചാൽ എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ അങ്ങനത്തെ എന്തോ ഒരു ഭാഗ്യമുണ്ട്. കാരണം എന്നെ കുറേ കാലം വഴിയിലൊക്കെ കാണുമ്പോൾ വട്ട് സുർജിത്താണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് എനിക്ക് RDXനൊക്കെ ശേഷം പോൾസൺ, അങ്ങനെ ഇപ്പൊ ഗോഡ്ജോ എന്ന് വിളിക്കുന്നുണ്ട്. ഗുഡാണ്. അതെ. പോൾസന്റെ ബാഡിൽ നിന്ന് ഗോഡ്ജോന്റെ ഗുഡിലേക്ക് എത്താൻ വേണ്ടിട്ട് എത്ര സമയം എടുത്തു? ഐ മീൻ ഞാൻ എന്തായാലും പോൾസൺ ബാഡായിരുന്നു, അതുകൊണ്ട് ഇനി ഒരു ഗുഡിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നു എന്ന് ഞാൻ എത്തിയൊന്നുമല്ല. അപ്പോൾ നല്ല ഫിലിം മേക്കറിൻ്റെ ഒരു കോള്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വില്ലനല്ല, എന്താണെങ്കിലും നല്ല ഫിലിം മേക്കറിൻ്റെ കൂടെ എന്ത് റോളാണെങ്കിലും അത് കൺവേർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാൻസ് ഒക്കെ ഉള്ളൂ എനിക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആഷിഖേട്ടൻ, ഐ മീൻ റൈഫിൾ ക്ലബ് പോലൊരു സിനിമയിൽ ഗോഡ്ജോ എന്നൊരു ക്യാരക്ടർ തന്നു. RDXിലേക്ക് വന്ന കോൾ അല്ലെങ്കിൽ ഫസ്റ്റ് കോൺവെർസേഷൻ അത് ഓർമ്മയുണ്ടോ? ഏതാ? RDX കഴിഞ്ഞിരിക്കുന്നു, റൈഫിൾ ക്ലബിലേക്കുള്ള ഫസ്റ്റ് വിളി ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വിളി എനിക്ക് തോന്നുന്നു ഇതിലെ പ്രൊഡക്ഷൻ കൺട്രോളർ കിഷോറേട്ടനാണ് വിളിക്കുന്നത്. ഇതേപോലെ ആഷിഖേട്ടൻ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് പറയാനായിട്ട് നാളെ ഒരു 10 മണിയാകുമ്പം അല്ലെങ്കിൽ നാളെ ഒരു ഉച്ച കഴിയുമ്പോൾ ഇവിടെ ഫ്ലാറ്റിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഉറപ്പായിട്ടും ആ സമയത്ത് ഞാൻ പോവുകയും എൻ്റെ അടുത്ത് അന്ന് അവിടെ ദിലീഷ് ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ, ഐ മീൻ ദിലീഷ് നായർ, അപ്പോൾ പുള്ളിക്കാരനും ഒക്കെ ബേസിക്കലി ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. ആഷിഖേട്ടൻ ചോദിച്ചു, അതായത് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തേക്കാണോ, ഈ ഒരു വിൻഡോയിൽ വേറെ വർക്ക് വല്ലതും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല സോഫാർ. എനിക്ക് അപ്പോൾ ആ സമയത്ത് ചെറിയ എൻക്വയറീസ് അല്ലെങ്കിൽ ചെറിയ തമിഴ് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാനിത് ഭയങ്കര കാര്യമായിട്ട് മാസ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാം ഇനിയിപ്പോൾ അത് അങ്ങനെ. ഗോഡ്ജോ എന്നൊരു ക്യാരക്ടറാണ്. ഇയാളുടെ ഒരു ബേസിക് സ്ഥലമില്ലേ, അയാളിവിടെ റൈഫിൾ ക്ലബിൽ കുറച്ചും കൂടെ സ്പോർട്സ് ഓറിയൻറ്റഡ് വിശ്വസിക്കുന്ന, സ്പോർട്സ് ഇൻക്ലിനേഷൻ ഉള്ളത്, കാട്ടിക്കറി മൃഗങ്ങളെയൊക്കെ അടിക്കുന്നത് കുറച്ച് പ്രാകൃത പരിപാടിയാണെന്നൊക്കെ വിശ്വസിക്കുന്ന, കുറച്ച് എക്സ്പോഷറൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് ബാംഗ്ലൂരൊക്കെ പോയി അവിടെയൊക്കെ കുറച്ച് എക്സ്പോഷറുകളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരാളാണ് എന്ന് പറഞ്ഞു. പിന്നെ പ്ലേ ചെയ്യേണ്ട മുഹൂർത്തങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഫോം ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ കണ്ടെത്തി പോവാം എന്നുള്ളതാണ് അതിൻ്റെ അങ്ങനെ ആ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ 0 ബേബിയിലത്തെ ക്യാരക്ടറും ഇതും തമ്മിലുള്ള ഒരു സാമ്യം, രണ്ടുപേർക്കും ഒരു ഹണ്ടിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൺസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഡ്രൂ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് ആയ ഒരു ശ്രമം ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടുപേരുടെയും വേർഡ്സ് ഡിഫറെന്റ് ആണ്, വേൾഡ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ബേസിക് ഇന്റൻഷൻ മാറുമ്പോൾ നമ്മൾ എങ്ങനെയോ മാറുമെന്ന് തോന്നുന്നു എനിക്ക്. അതായത് നമ്മളിപ്പോൾ അത് ഏത് തരം കോൺവെർസേഷൻ ആണെങ്കിലും ഏത് തരം ഇടപെടലാണെങ്കിലും വാണ്ട് മാറുമ്പോൾ അതിന്റെ ഡൈനാമിക്സ് മാറും. അപ്പോൾ OBBയിൽ ഭയങ്കര ബ്രൂട്ടലായിട്ട് മൃഗങ്ങളെ കൊല്ലുന്ന സംഭവത്തിൽ ഇതിലിപ്പം ദിലീഷ് ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ ആ എത്തിക്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് സ്റ്റാൻലി. ഐ മീൻ മനുഷ്യരെ കൊല്ലുന്നതിൽ ശരിക്കും ഇവിടെ പോലീസ് ബാക്കിയുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടായോണ്ട, ഇല്ലെങ്കിൽ അതിന് വരെ മുതിരാൻ സാധ്യതയുള്ള ഒരാളാണ് ഇതിൽ സ്റ്റാൻലി. ബട്ട് കംപ്ലീറ്റ്ലി കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ, ഹണ്ടിങ് സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ഉപദ്രവിക്കുന്നതൊന്നും വലിയ വീമ്പായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ട്രോളുന്ന അങ്ങനത്തെ ഒരു ആംഗിളുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും കണ്ടാൽ ഒരിക്കലും കൂട്ടുകാരാവാൻ സാധ്യത. അപ്പൊ തന്നെ RDX കഴിഞ്ഞിട്ട് അതിന്റെ അഭിപ്രായം സംവിധായകനായ നിഹാസിനെ വിളിച്ചു പറയുന്നത് കമൽഹാസനൊക്കെ ഉൾപ്പെടെ അത്രയും വലിയ ക്രിട്ടിക്കൽ അക്ലെയിമും സക്സസും ഒക്കെ നിൽക്കുന്ന സമയം, അവിടെ നിന്ന് റൈഫിൾ ക്ലബിന്റെ അനൗൺസ്മെന്റ് എനിക്ക് തോന്നുന്നു 4 മാസമെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് വിളികൾ വന്നിട്ടുണ്ടാവുമല്ലോ സൂപ്പർ വില്ലൻ ആവാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ തമിഴ് സിനിമകളിലെ വില്ലൻ. ഇത് ഈ സോർട്ടിങ് ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കാം, മറ്റേ ഫിഷിങ്ങിന് ഇരിക്കണ പോലെ മീൻ വന്ന് കൊത്തുന്നത് വരെയും ഇരിക്കാം. ആ ക്ഷമ അതാരാ ഉപദേശിച്ചത്? അതോ എങ്ങനെ തോട്ട് പ്രോസസ് എങ്ങനെയാ? എനിക്കൊന്ന്
പേഷ്യൻസ് എന്തായാലും വേണം എന്നുള്ളത് ബേസിക് ആയിട്ട് മിക്കവാറും ഇതിൽ വർഷങ്ങൾ കൊണ്ട് നിന്നവരും എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ക്ഷമ വേണം. ക്ഷമ വേണം, ഉറപ്പായിട്ട് ക്ഷമ വേണം. 2, ഞാൻ ആകെ ചെയ്ത RDXന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഞാൻ എൻ്റെ ലൈഫിനെ സ്കെയിലപ്പ് ചെയ്തില്ല. എൻ്റെ ചെലവുകളെ, എൻ്റെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ ഫിഷിങ്ങിന് ഇരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഒരു 4 എണ്ണം എനിക്ക് മോശം എന്ന രീതിയിലല്ല, പക്ഷെ 4 എണ്ണം എനിക്ക് വർക്കായില്ല. ചിലപ്പോൾ അതെൻ്റെ പരിമിതിയായിരിക്കും, വിവരത്തിൻ്റെ പരിമിതിയായിരിക്കും. പക്ഷെ എനിക്ക് വർക്കായില്ലെങ്കിൽ ഈ 4 എണ്ണത്തിൽ നമ്മൾ ഭയങ്കരമായി ലൈഫ് സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 4 എണ്ണത്തിൽ കുഴപ്പമില്ലാത്ത ഒരെണ്ണം ചെയ്യാൻ തോന്നും. കാരണം മൂവ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് മാത്രമാണ് ഞാൻ അപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം കാണുന്ന എല്ലാ ആക്ടേഴ്സിനും മീഡിയത്തെ ബേസ് ചെയ്തുള്ള വിവരവും അതിനോടുള്ള അപ്രോച്ചും ഒക്കെ അത്രയധികം ഗംഭീര ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്തുണ്ടായതാണ്, ഫോം ചെയ്തതാണ്. അപ്പോൾ ഈ മീഡിയത്തെ തന്നെ പല സ്ഥലത്ത് നിന്ന് പല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തേ നമുക്ക് പുതിയൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നേ കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് ഓവർ യൂസ്ഡ് ആയാൽ എനിക്ക് തോന്നുന്നു ഒരു ഗംഭീര ഫിലിം മേക്കേഴ്സ് നമ്മളെ വീണ്ടും കാസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അതായത് നമ്മൾ ബിക്കോസ് എല്ലാ സ്റ്റോറി ടെല്ലിങ്ങിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ ഒരു മോണോട്ടോണസ് സാധനങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് വിച്ച് ഇന്നത്തെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫിലിം മേക്കേഴ്സിൽ അറിയാവുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ ഇത് ഇന്ന കാസ്റ്റ്. എല്ലാ ഫിലിം മേക്കറിനും നേരത്തെ പോലെ അല്ലാതെ ഇയാൾ വർഷങ്ങളായി പോലീസ് ചെയ്യുക, അയാളെ തന്നെ പോലീസ് ചെയ്യിക്കാം എന്ന് പറയുന്ന ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ കുറവാണ്. അതെ, ദേ നീഡ് ആ ഫ്രഷ്നെസ് അവർക്ക് വേണം. അല്ലെങ്കിൽ അയാളൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൺവിൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് തോന്നണം, അതൊക്കെ കുറച്ചുകൂടി നിർബന്ധമുള്ള ഫിലിം മേക്കേഴ്സാണ്. അപ്പം ആ സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ആ സമയത്ത് എനിക്ക് അത്ര നന്നായിട്ടൊന്നും വന്നില്ല. ഞാൻ ഭയങ്കര സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ള സാധനത്തേക്കാളും കൂടുതൽ ആ സമയങ്ങളിൽ എനിക്ക് വന്നത് കൂടുതൽ ഞാനൊരു ഫൈറ്റ് പേഴ്സൺ ആണെന്നുള്ള മൂഡിലാണ്. അപ്പോൾ എനിക്ക് 3 ഫൈറ്റ് ഉണ്ട്, ചെറിയൊരു സീനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് എന്നെ അങ്ങനെ ഒരു ആംഗിളിൽ ആളുകൾ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. RDXന് ശേഷമാണ് ഡെയർ ഡെവിൽ വില്ലനേക്കാളും കൂടുതൽ ഗൈ ഹൂ ക്യാൻ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. അപ്പോൾ എനിക്ക് നല്ല 2 സീൻ തന്നിട്ട് ആയിത്തടിക്ക് ബോധം കിട്ടി വീണ സന്തോഷമാണ് എൻ്റെ ബേസിക്. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് കൃഷാന്ത് സീരീസിലൊരു വേഷം തന്നു. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി വെറുതെ ഇരിക്കുകയല്ല. ഞാൻ കൃഷാന്തിനോട് ഒരു സീരീസ് വർക്ക് ചെയ്തു, ഒരു ഫിലിം വർക്ക് ചെയ്തു. ആ സമയത്താണ് ഞാൻ ഒരുപാട് നേരം ഉറപ്പായിട്ട് ഈ അൺസർട്ടനിറ്റിയിൽ നമുക്ക് ഇതൊക്കെ വരും. അതായത് ഞാൻ ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാനോ അല്ല എനിക്ക് വർക്കാവുന്നില്ലെന്നുണ്ട് ഒരു 3 മാസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഇൻസെക്യൂരിറ്റി വരും. ദൈവമേ ഇനി ആരും വിളിക്കില്ലേ, നല്ലൊരു ഫിലിം മേക്കറിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ ഫിലിം മേക്കറിന്റെ കോള് വന്നില്ലെങ്കിൽ വാട്ട് ഈസ് മൈ നെക്സ്റ്റ് പ്ലാൻ എന്നൊക്കെ ആലോചിക്കും. അത് എടുക്കണമായിരുന്നോ, ഈ ഡൗട്ട്സ് ഒക്കെ വരും. നമ്മൾ എല്ലാ സമയത്തും ഭയങ്കര സൂപ്പർ ക്ലാരിറ്റിയിലൊന്നും അല്ല. അതല്ലാത്ത സമയങ്ങൾ നമുക്ക് ആ ക്ലാരിറ്റി ഇല്ലാത്ത സമയങ്ങളും ഡൗട്ട്സ് വരുന്ന സമയങ്ങളും ഇൻസെക്യൂർഡ് ആവുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ ചേർന്നാണ് നമ്മുടെ ഈ പോക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. ആ സമയത്ത് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യുമ്പോഴോ മാൻ ഇത് ചെയ്യാമോ അത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ചെയ്യാം. ഈ പ്രോസസ്സിൻ്റെ അടുത്ത് നിൽക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ പരിപാടിയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എനിക്ക് ആഷിഖേട്ടൻ അല്ലെങ്കിൽ ഞാൻ ശ്യാമേട്ടനോടും ദിലീഷേട്ടനോടും സുഹാസിനോടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഞാനൊരു ഫിലിം ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് റെക്സ് ബ്രോയെ പരിചയപ്പെട്ടത്. അതിനു മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു സീനിയർ ഫാനാണ്. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര കാര്യമായിട്ട് വർക്ക്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്.